പേര് ഡേവിഡ്. രാഹുൽ. അപ്പൊ നമുക്ക് ഇന്നലെ ഒരു കർണാടക സ്വദേശി വെള്ളത്തിലേക്ക് പോയി. അപ്പോ എങ്ങനെയാണ് അവര് പോകുന്ന? ആ സമയത്ത് നമുക്ക് ഒരു 20 മിനിറ്റ് സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇനി ഇത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നവർക്ക് എന്താണ് നിങ്ങളെ ഒരു ബോധവൽക്കരണം? അത് ഈ വർഷക്കാലത്ത് കടല് റഫാണ്. അപ്പം ഈ അപകടം ഈ കർണാടകക്കാർക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ചാൽ അവര് ഈ കടലില്ലാത്ത ഏരിയയിൽ നിന്ന് വരുന്നതുകൊണ്ട് അവർക്ക് അത്ര മനസ്സിലാവുന്നില്ല. അവർക്ക് ഇതിന്റെ തീവ്രത മനസ്സിലാവാതെ കടലിലിറങ്ങി കുളിച്ചതാണ് അപകടത്തിന് കാരണമായത്. അത് ആ സ്ഥലത്ത് കുറച്ച് ഒഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് പുറത്തേക്ക് പോയതുകൊണ്ട് രണ്ടാളെയും ചെന്ന് പിടിക്കാനുള്ള പറ്റിയില്ല. ഒരാളെ കിട്ടി, ഒരാളെ കരയ്ക്ക് കൊണ്ടുവന്ന്, ഒരാൾ മിസ്സിങ് ആയി. ഈ ഒരു വർഷകാലത്ത് ഒരു ഇഞ്ച് കനവില് ഒരു ഇരുമ്പ് ഷീറ്റ് പോലും കീറുന്ന രീതിയിലുള്ള തിരമാലകളാണ് സാധാരണ ഉണ്ടാവുക. അപ്പോൾ അത് ഈ കടലിലേക്ക് ഇറങ്ങുന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് ഇവർക്ക് ശരിക്കും പറഞ്ഞ ഈ ലാംഗ്വേജിന്റെ ഒരു മെയിൻ പ്രശ്നങ്ങളുണ്ട്. ഇത് കർണാടകയും മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നവർക്ക് ഈ ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ അവർക്ക് അത്ര മനസ്സിലാവുന്നില്ല. ഇത് ലോക്കലായിട്ടുള്ള ആൾക്കാരായിട്ട് വരുന്നത് കൊട്ടിയൂർ അമ്പലത്തിൽ വന്നിട്ട് വരുന്നത് കൊണ്ട് അവരോട് ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്താലും അവർക്ക് ഇതിന്റെ ഭീകരത മനസ്സിലാവൂല. അതുകൊണ്ടാണ് സംഭവിച്ചത്. ഇപ്പൊ വെച്ചാൽ ഈ കൊട്ടിയൂർ സീസൺ വന്നപ്പോഴേ ഇവിടെ ഈ കർണാടകക്കാര് എന്ന് വെച്ചാല് അവര് തന്നെയാണ് ബീച്ചിൽ ഫുള്ളും. ഈ ഒരു കൊട്ടിയൂർ ഇപ്പൊ ഒരു 2 ആഴ്ചയിൽ ജാസ്തിയായി കർണാടകക്കാരനെയാണ് ഇവിടെ കൂടുതലും വരുന്നത്. നമ്മളെ കൈവിന്റെ ഇപ്പൊ ഈ തിരക്ക് കുറച്ചുകൂടി ഒന്ന് കുറഞ്ഞത്. ഇതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിരുന്നു. ഭാഗ്യ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ആ സമയത്തൊന്നും നമുക്കൊന്നും അപകടമൊന്നും പറ്റിയില്ല. എന്താ വെച്ചാൽ അത്രയ്ക്കും കടലിപ്പം മഴക്കാലമായി തുടങ്ങി. കടല് ഭയങ്കര റഫാണ്. കടലിൽ നല്ല ഒഴുക്കൊക്കെ വന്നു തുടങ്ങി. ഇപ്പം ഈ സമയത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇറങ്ങുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ള സമയങ്ങളിൽ ഇറങ്ങുന്ന പോലെയല്ല ഈ സമയം ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. നല്ല ഒഴുക്കും ശക്തിയൊക്കെ ഉണ്ടാവും. എല്ലാ ഭാഗത്തും ചുഴികളുടെ ഭാഗങ്ങളാണ് ഈ പയ്യാമ്പലത്ത് വരുന്നത്. അപ്പൊ എനിക്ക് ഈ ഒരു വരുന്ന ആളുടെ പറയാനുള്ളത്, വെള്ളത്തിൽ ഇറങ്ങുന്ന ഈ സമയത്ത് ഇറങ്ങാണ്ടിരിക്കുക. ഇറങ്ങുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാല് നനച്ചിട്ട് പോവുക എന്നുള്ളതാണ്. ഇതിന് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ കർണാടക ഭാഗത്തുള്ളവർക്ക് ഈ കടലിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ല. അപ്പം നമ്മുടെ സർക്കാരോ നമ്മുടെ കോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റോ ഇടപെട്ടിട്ട് അവിടുത്തെ സർക്കാരിന് ഒരു നിർദ്ദേശം പോലെ ഈ കേരളത്തിലോട്ട് വരുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണെന്നത് പറയാനൊന്ന് നമ്മൾ സർക്കാർ ഒന്ന് വരണമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാല് ഏറ്റവും കൂടുതൽ ഇവിടെ അപകടപ്പെടുന്നത് കർണാടക ടീമാണ്. എന്ന് വെച്ചാല് അവര് തന്നെയാണ് കൂടുതലായിട്ട്. ഇപ്പൊ കഴിഞ്ഞ സീസണിലും അപകടം പറ്റിയിട്ടുണ്ട്. അതും കർണാടകയാണ്. അപ്പം ഈ സമയത്ത് വെള്ളത്തിൽ ഇറങ്ങാണ്ടിരിക്കുക, അതാണ് എല്ലാവർക്കും. നിങ്ങൾക്ക് ആവശ്യമായ എക്യുപ്മെന്റ്സുകൾ ഉണ്ട് ഇവിടെ? ഒരാൾ വെള്ളത്തിൽ പോയാൽ തന്നെ പെട്ടെന്ന് രക്ഷിക്കാനായിട്ടുള്ള എക്യുപ്മെന്റ്സ് നമുക്കിപ്പം ഗവൺമെന്റ്, നമ്മളെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇപ്പം നമുക്ക് എക്യുപ്മെന്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അതിന് നമുക്കിപ്പോ ഒരു മുൻകാലങ്ങളിൽ കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ നമുക്കെല്ലാം സർക്കാർ തന്നിട്ടുണ്ട്. അപ്പം ഇപ്പൊ അതിനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ ഈ വെള്ളത്തിൽ ഇറങ്ങുന്ന ആൾക്കാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ ഇപ്പം കടല് ജൂൺ ജൂലൈ മാസങ്ങളിൽ കടല് മഴയും പെയ്ത് തന്നെ കടല് ഭയങ്കര ശക്തിയാവും. അപ്പം ഈ ഒരു വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. അത് ഇന്നലെ അവർ മെയിനായിട്ട് പറഞ്ഞത് ഇവിടെ 20 മിനിറ്റോളം ആള് പൊങ്ങി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ പ്രധാനമായ എക്യുപ്മെന്റ്സുകൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് നമുക്കിപ്പോ ഈ ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് റെസ്ക്യൂ ട്യൂബാണ്. ആ ട്യൂബ് നമ്മുടെ കൈവശമുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു സ്ട്രെങ്ത്തിന്റെ ഒരു കുറവുണ്ട്, ലൈഫ് ഗാർഡ്സിന്റെ ഒരു കുറവുണ്ട്. പിന്നെ ഇന്നലെ രാവിലെ ഒരു അപകടം ഉണ്ടായിരുന്നു, അത് അവര് സേവ് ചെയ്തു. പിന്നത്തെ രണ്ടാമത്തെ അപകടം 2 ആള് പോയിടുന്നാണ് ഒരാളെ സേവ് ചെയ്തിട്ട് ഒരാളാണ് പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു 2 ആളും കൂടി സ്ട്രെങ്ത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജീവനും കൂടി നമുക്ക് ഇന്നലെ രക്ഷിക്കായിരുന്നു. അപ്പോ ആൾബലത്തിന്റെ ഒരു കുറവ് നിങ്ങൾക്കുണ്ട്, സ്ട്രെങ്ത്തിന്റെ ഇവിടെ ഒരു കുറവുണ്ട്. ഓക്കെ. അപ്പൊ ഇനി എന്താണ് സർക്കാരിനോടും അതുപോലെ ഇനി കുളിക്കാൻ ഇറങ്ങുന്നവരോടും ചെറിയൊരു മെസ്സേജ് എന്താണ് കൊടുക്കുന്നത്? ഇനി ഈ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ വെള്ളത്തിൽ ഇറങ്ങാണ്ടിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ സർക്കാരോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു സ്ട്രെങ്ത്തിന്റെ ഒരു ലൈഫ് ഗാർഡ്സിന്റെ ഒരു കുറവുണ്ട്. അതും കൂടി ഒരു ഷിഫ്റ്റിൽ ഒരു 4 ലൈഫ് ഗാർഡെങ്കിലും 4-5 ലൈഫ് ഗാർഡെങ്കിലും ഒരു ഷിഫ്റ്റിൽ വേണം. ആ ഒരു ഇതിലാണ് നമ്മളിപ്പോ 2 പേരാണ് ഒരു ഷിഫ്റ്റിലുള്ളത്. അതിപ്പോ നമ്മൾ പെട്ടെന്നൊന്ന് ഫുഡ് കഴിക്കാൻ പോയാലോ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരാളാണ് ഇവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടാവുക. അപ്പൊ ആ ഒരു സമയത്ത് ഒരാളുടെ കൂടെ 2 ആളും കൂടി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ജീവനം നഷ്ടപ്പെടാൻ പോവാണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും.